കോടതി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്നതിന് ആർക്കെങ്കിലും തടസ്സം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടെങ്കിൽ അത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് മാത്രമാണ്. പൊതുവെ ആളുകളുടെ ഉണ്ടായുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ ഇത്തരം വിഷയങ്ങളിൽ ശിപാർശക്ക് പഴുതുണ്ടോ എന്നാണ്. കൊലക്കുറ്റത്തിന് ഇസ്ലാമിക ശരീഅത്തിലുള്ള ശിക്ഷ ഖിസാസ് അഥവാ വധശിക്ഷയാണ്. അവിടെയുള്ള കോടതി വിധി ഇസ്ലാമിക ശരീഅത്തിൽ പറഞ്ഞത് പ്രകാരമല്ല, അവർക്ക് അവിടെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. കൊല്ലാൻ വേണ്ടി പോകുന്ന ആ സന്ദർഭത്തിൽ വീണ്ടും അദ്ദേഹം പിൻവാങ്ങുകയും മാപ്പ് കൊടുക്കുകയും ചെയ്തതായിട്ട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ. ഇപ്പോൾ വളരെ സജീവ ചർച്ചാ വിഷയമായിട്ടുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ശരീഅത്തിന് എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൻ്റെ നിലപാട് ഈ വിഷയത്തിൽ എന്താണ് എന്ന് വിശദീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം കൊല നടന്നു കഴിഞ്ഞാൽ കൊലക്കുറ്റത്തിന് ഇസ്ലാമിക ശരീഅത്തിലുള്ള ശിക്ഷ ഖിസാസ് അഥവാ വധശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഒരു ജീവൻ ഹനിക്കപ്പെടുന്നത് അതിശക്തമായ ഉപാധികളും ഒരു വധശിക്ഷ നടപ്പാക്കണമെങ്കിൽ അതിശക്തമായ ഉപാധികളും വ്യവസ്ഥകളും ഇസ്ലാമിക ശരീഅത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇസ്ലാം ജീവന്, ഏത് ജീവനായാലും വലിയ വില കൽപ്പിക്കുന്ന മതമാണ്. അതുകൊണ്ട് തന്നെ ഒരു കൊല നടന്നു കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ നടന്ന കൊലയാണ് എന്ന് ആദ്യം തീരുമാനിക്കപ്പെടണം. മനഃപൂർവ്വമുള്ള കൊല, മനഃപൂർവ്വത്തിൻ്റെ ഗണത്തിൽപ്പെടുത്താവുന്ന കൊല, അല്ലെങ്കിൽ അതിനോട് സാദൃശ്യമുള്ള കൊല, അബദ്ധത്തിൽ സംഭവിക്കുന്ന കൊല. ഇങ്ങനെ 3 തരത്തിലാണ് ഇസ്ലാമിക ശരീഅത്ത് കൊലയെ നോക്കിക്കാണുന്നത്. അഥവാ ഒരാൾ ആയുധം പ്രയോഗിച്ച് കൊല്ലുക, അത് കൊല്ലാൻ ഉപയോഗിക്കുന്ന ആയുധം തന്നെ ആയിരിക്കുക. മൂർച്ചയുള്ള വാള്, കത്തി, അതുപോലെ തന്നെ തോക്ക്, ശൂലം, ഇങ്ങനെ ഒരാളെ കൊല്ലാൻ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളോ അത്തരമുള്ള സാമഗ്രികളോ ഉപയോഗിച്ച് കൊല ചെയ്യുക. ഇതാണ് ഖത്ലുൽ അംദ് അഥവാ മനഃപൂർവ്വമുള്ള കൊല എന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അത് അങ്ങനെ അതിന് മാത്രമേ വധശിക്ഷയുള്ളൂ. രണ്ടാമത്തത് ശിബുഹുൽ അംദാണ്. എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ചെയ്തതാണ്, പക്ഷേ ഉപയോഗിച്ച ആയുധങ്ങൾ, സാമഗ്രികൾ കൊലയിലേക്ക് എത്തിക്കുന്നതല്ല. കല്ലെടുത്ത് എറിഞ്ഞു, അങ്ങനെയൊക്കെയുള്ള പ്രയോഗം, വടി കൊണ്ട് അടിച്ചു, ഇതൊന്നും സാധാരണ ഒരാളെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല. പക്ഷേ അങ്ങനെ സംഭവിച്ചു, അങ്ങനെ മരണം സംഭവിച്ചു, ചെയ്തത് മനഃപൂർവ്വം തന്നെയാണ്. എന്നാൽ അതൊരിക്കലും കൊലയിലേക്ക് എത്തിക്കുന്ന ആയുധങ്ങളോ അത്തരം ഉപകരണങ്ങളോ അത്തരം മാർഗങ്ങളോ ഉപയോഗിച്ചുകൊണ്ടല്ല. അപ്പോൾ അതിന് ശിബുഹുൽ അംദ് അഥവാ മനഃപൂർവ്വം ചെയ്തതിനോട് സാദൃശ്യമുള്ള ഇനം കൊല എന്നാണ് അതിനെപ്പറ്റി പറയാം. മൂന്നാമത്തത് ഖത്ലുൽ ഖത, അബദ്ധത്തിൽ ചെയ്യുന്നതാണ്. ഒരാൾ വണ്ടി റിവേഴ്സ് എടുത്തു, അപ്പോൾ പിന്നിൽ അറിയാതെ ഒരാളെ തട്ടിപ്പോയി. അല്ലെങ്കിൽ ഒരു കാട്ടിൽ അദ്ദേഹം നായാടുകയായിരുന്നു, അല്ലെങ്കിൽ വേട്ട ആടുകയായിരുന്നു. അപ്പോൾ ഒരു കിളിയെ അല്ലെങ്കിൽ ഒരു ഉരുവിനെ, അതൊക്കെ അനുവദനീയമായ പ്രദേശങ്ങളിൽ ചെയ്തപ്പോൾ അത് ഒരു മനുഷ്യന് കൊണ്ടു. അത് ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചതല്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നത് എന്ന് പറയുന്നത്. ഇത് മൂന്നിനും 3 രൂപത്തിലാണ് ശിക്ഷ. ഇതിലാദ്യത്തേത് മാത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട് സജീവ ചർച്ചാ വിഷയമായിട്ടുള്ളത്. എങ്ങനെയാണ് അവർ കൊല നടത്തിയത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളൊന്നും നമ്മുടെ മുമ്പിലില്ല. പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് പ്രകാരം മയക്കുമരുന്ന് കുത്തിവെച്ചു, അത് ഡോസ് കൂടിപ്പോയി, അത് മരണത്തിലേക്ക് നയിച്ചു എന്നാണ്. അപ്പോൾ അത് മാത്രമാണ്. ആ പറയുന്നത് ശരിയാണെങ്കിൽ, ഞാനൊന്നും കൂടി അടിവരച്ചു, ആ പറഞ്ഞത് അല്ലെങ്കിൽ ആ വിവരണം ശരിയാണെങ്കിൽ അത് ഇസ്ലാമിക ശരീഅത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ മനഃപൂർവ്വമുള്ള കൊലപാതകം എന്ന് വരില്ല.
അത് രണ്ടാമത്തേതിലാണ് പെടുക. രണ്ടാമത്തെ ഗണത്തിൽ പെടുമ്പോൾ അതിനൊരിക്കലും വധശിക്ഷയില്ല. പക്ഷേ യമനിലെ കോടതി വധശിക്ഷ വിധിച്ച സ്ഥിതിക്ക് ഒന്നുകിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വിവരം, അഥവാ മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോൾ ഡോസ് കൂടിപ്പോയതിൻ്റെ കാരണം മരണത്തിലേക്ക് നയിച്ചു, അങ്ങനെ കൊല്ലപ്പെട്ടു, അങ്ങനെ അപ്പറഞ്ഞത് ശരിയാണെങ്കിൽ അവിടെയുള്ള കോടതി വിധി ഇസ്ലാമിക ശരീഅത്തിൽ പറഞ്ഞത് പ്രകാരമല്ല, അവർക്ക് അവിടെ അബദ്ധം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ഇനി അതല്ലെങ്കിൽ കോടതി വിധി ശരി തന്നെയാണ്, അവർക്ക് യാതൊരു പിഴവും സംഭവിച്ചിട്ടില്ല എന്നതാണ് ശരിയെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ വിവരം ശരിയല്ല. ഇനി മൂന്നാമത്തെ ഒരു സാധ്യത, ഇസ്ലാമിക ശരീഅത്തിൻ്റെ പൂർണ്ണമായ പൊതുവെ അറിയപ്പെട്ട 4 മദ്ഹബിൻ്റെയും അടിസ്ഥാനത്തിലുള്ള കോടതി നിയമങ്ങളല്ല യമനിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അത് വേറെ തന്നെ രൂപത്തിലുള്ള ഒരു കോടതി വിധിയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയേണ്ടി വരും. ഏതായിരുന്നാലും ഇതാണ് ഒന്നാമത്തെ വിഷയം. അപ്പോൾ മനഃപൂർവ്വമുള്ള കൊലപാതകമാണെങ്കിൽ വധശിക്ഷ തന്നെയാണ്. ഈ വധശിക്ഷ ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ, കോടതി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് നടപ്പാക്കുന്നതിന് ആർക്കെങ്കിലും തടസ്സം അല്ലെങ്കിൽ അതിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടെങ്കിൽ അത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് മാത്രമാണ്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വമൻ ഖുതില മദ്ലൂമൻ ഫഖദ് ജഅൽനാ ലിവലിയിഹി സുൽത്താന. അന്യായമായി ഒരാൾ കൊല ചെയ്യപ്പെട്ടാൽ ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ രക്ഷാധികർത്താക്കൾക്ക്, രക്തബന്ധുക്കൾക്ക്, അധികാരപ്പെട്ടവർക്ക്, അയാളുടെ സ്വന്തക്കാർക്ക് നാം അധികാരം നൽകിയിട്ടുണ്ട്. സൂറത്തുൽ ബഖറയിൽ കാണാം, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ശൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ. കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾ കൊല നടത്തിയ കൊലയാളിക്ക് മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള പഴുതുണ്ട്. അത് ഏറ്റവും മാന്യമായ നിലയിൽ അത് നൽകേണ്ടതാണ്, നിർവഹിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ നഷ്ടപരിഹാരം അവർക്ക് വാങ്ങിക്കാം, ഒന്നും വാങ്ങിക്കാതെ വിട്ടുകൊടുക്കാം. ഒരു നിശ്ചിത ഉപാധി വെച്ചുകൊണ്ട് പരസ്പരം സുൽഹാകാം, അഥവാ രമ്യമായ പരിഹാരത്തിലേക്കെത്താൻ ഞങ്ങൾക്ക് ഇത്ര നഷ്ടപരിഹാരം തരണം എന്നൊക്കെ ഉള്ള തീരുമാനത്തിലൂടെയും ആകാം. ഇവിടെ പൊതുവെ ആളുകളുടെ ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം വിഷയങ്ങളിൽ ശിപാർശക്ക് പഴുതുണ്ടോ എന്നാണ്. ശിപാർശക്ക് തീർച്ചയായും പഴുതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ വധശിക്ഷ കൊലക്കുറ്റം നടത്തിയ കൊലയാളി നബിയുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുകയും ഇയാൾ എൻ്റെ സഹോദരനെ കൊല്ലുകയുണ്ടായി എന്നൊരു സഹാബി പറയുകയും അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, നീ അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ തയ്യാറാണോ? കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുവിനോട് ചോദിക്കുന്നത്. അദ്ദേഹം അല്ല എന്ന് പറയുകയും 3 പ്രാവശ്യം ആവർത്തിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ 4ാമത്തെ പ്രാവശ്യവും അദ്ദേഹം ഇത് 3ാമത്തെ പ്രാവശ്യം കഴിഞ്ഞ് 4ാമത്തെ പ്രാവശ്യം കൊല്ലാൻ വേണ്ടി പോകുന്ന ആ സന്ദർഭത്തിൽ വീണ്ടും അദ്ദേഹം പിൻവാങ്ങുകയും മാപ്പ് കൊടുക്കുകയും ചെയ്തതായിട്ട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കോടതി വിധിച്ചു കഴിഞ്ഞാലും ശിക്ഷ നടപ്പാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ കൊല്ലപ്പെട്ട വ്യക്തിക്ക് കൊല്ലപ്പെട്ട വ്യക്തിയുടെ ബന്ധുക്കൾക്ക് മാപ്പ് കൊടുക്കാനുള്ള പഴുത് ഇസ്ലാമിക ശരീഅത്തിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ മാപ്പ് കൊടുക്കുന്നതിനോ ഒരാൾക്ക് അതിന് പ്രേരിപ്പിക്കുന്നതിനോ ഒരാൾക്ക് ആ വിഷയത്തിൽ ഇടപെടുന്നതിനോ ഇസ്ലാമികമായിട്ട് തെറ്റൊന്നുമില്ല, അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല. അതിലൂടെ ഇനിയിപ്പോൾ ഒരാൾക്ക് രക്ഷപ്പെടാനുള്ള വഴി തുറക്കപ്പെടുകയാണെങ്കിൽ അതും ആ സാഹചര്യത്തിൻ്റെ തേട്ടമനുസരിച്ച് ഏത് രൂപത്തിലുള്ള കൊലയാളികളാണ് ആ കൊല നടത്തിയ ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്നത് വഴി കൂടുതൽ പ്രശ്നവും അയാൾ കൂടുതൽ സമൂഹത്തിൽ കുറ്റവാളിയായിട്ട് കുറ്റകൃത്യങ്ങൾക്ക് സാധ്യതയുണ്ടോ ഇതൊക്കെ പരിശോധിച്ചതിന് ശേഷം അങ്ങനെയൊന്നുമില്ല എങ്കിൽ അയാൾ പശ്ചാത്തപിച്ച് മടങ്ങി അയാളൊരു നല്ല ജീവിതം നയിക്കാനൊക്കെ സാധ്യതയുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുന്ന പശ്ചാത്തലത്തിൽ മാപ്പ് കൊടുക്കലാണ് ഉത്തമം. അതല്ല അയാൾ വീണ്ടും കൂടുതൽ കുറ്റകൃത്യങ്ങളിലേക്ക് പോകും എന്നതാണ് സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാവുന്നതെങ്കിൽ അവിടെ മാപ്പ് കൊടുക്കേണ്ടതുമില്ല. ഇതൊക്കെ പ്രത്യേകം മൊത്തത്തിലൊരു വിധിയല്ല, പ്രത്യേകം ഓരോ കേസിൻ്റെയും സ്വഭാവം അനുസരിച്ച് ഓരോ വിഷയത്തിലും മാറിക്കൊണ്ടിരിക്കും എന്നർത്ഥം. ഇതാണ് ഈ വിഷയമായി സംക്ഷിപ്തമായിട്ട് പറയുവാനുള്ളത്.